നമസ്കാരം. 125 വർഷം എക്സിസ്റ്റൻസോടുകൂടി തലയുയർത്തി നിൽക്കുന്ന തിരുവനന്തപുരത്തെ വിമൻസ് കോളേജിന്റെ അങ്കണത്തിലാണ് ഞാനിന്ന്. ഒരു ടോക്കിനാണ് ഞാൻ എത്തിയിരിക്കുന്നത്. പക്ഷേ ഞാൻ ഇസ്രോയുടെ പല സെന്റേഴ്സിലും എനിക്കറിയാം ഈ കോളേജിലെ അലുമിനായി ധാരാളം ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് ISROയുടെ എല്ലാ നേട്ടങ്ങളുടെയും പിന്നിൽ ട്രിവാൻഡ്രം വഴുതക്കാടുള്ള വിമൻസ് കോളേജിലെ അലുമിനായി വ്യക്തമായ ഒരു കോൺട്രിബ്യൂഷൻസ് നൽകുന്നു എന്നുള്ളതാണ് അതിലെ വാസ്തവം. നമുക്കറിയാം, ഇന്ന് രാജ്യത്ത് ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ വളരെയധികം പുതിയ പുതിയ കാൽവയ്പുകൾ നമ്മൾ വയ്ക്കുകയാണ്. പ്രത്യേകിച്ചും സ്പേസ് അല്ലെങ്കിൽ ബഹിരാകാശ മേഖലയിൽ അടുത്ത 2047 വരെയുള്ള നമ്മുടെ വിഷൻ വളരെ ശക്തവും വളരെ കൃത്യവുമാണ്. പല നൂതന പദ്ധതികളും അപ്രൂവൽ വന്നിട്ടുണ്ട്. അതിലൊന്നാണ് ഗഗൻയാൻ, മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുക. അതിനുശേഷം അതിന്റെ തുടർച്ചയായിട്ടുള്ള ഗഗൻയാൻ പദ്ധതികൾ, എങ്ങനെ നമ്മുടെ പേടകം പോയിട്ട് സ്പേസ് സ്റ്റേഷൻ അല്ലെങ്കിൽ അന്തരീക്ഷത്തിലുള്ള ഒരു ബഹിരാകാശ നിലയവുമായിട്ട് ഡോക്ക് ചെയ്യാം. അതുപോലെ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ, നമുക്ക് നമ്മുടേതായ ഒരു ബഹിരാകാശ നിലയം എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ആസ്ട്രോണോട്സിന് അവിടെ പോയി ദീർഘകാലം താമസിച്ച് വെയ്റ്റ്ലെസ്നെസ് കണ്ടീഷനിൽ കൂടുതൽ പരീക്ഷണങ്ങൾ നടത്താൻ പറ്റും. മാത്രമല്ല, അങ്ങനെ ദീർഘനാൾ കിട്ടുന്ന അനുഭവങ്ങൾ കൊണ്ടായിരിക്കണം നമുക്ക് മറ്റുള്ള ചന്ദ്രനിലേക്കോ അല്ലെങ്കിൽ ചൊവ്വയിലേക്കോ ഒക്കെയുള്ള യാത്രകൾ നടത്തേണ്ടി വരുന്നു. അതുപോലെ വീനസിലേക്കുള്ള ഒരു മിഷൻ വരുന്നുണ്ട്, ഒരു സയൻസ് മിഷൻ. ചന്ദ്രയാന്റെ പല മിഷൻസ് ഉണ്ട്. നമ്മൾ ചന്ദ്രയാൻ 3 അവിടെ പോയി സോഫ്റ്റ് ലാൻഡ് ചെയ്തു. ഇനി അവിടെ പോയിട്ട് സോഫ്റ്റ് ലാൻഡ് ചെയ്ത് സാമ്പിൾ എടുത്തുകൊണ്ട് തിരിച്ചു വരിക. അതുപോലെ ഒരു കാലഘട്ടത്തിൽ ചന്ദ്രനിൽ എങ്ങനെ മനുഷ്യനെ എത്തിക്കാം. ഇങ്ങനെ ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ പലവിധ വെല്ലുവിളിയോട് കൂടിയ ധാരാളം പദ്ധതികളുണ്ട്. അപ്പോ ഇതിനൊക്കെ പ്രധാനമായിട്ട് നമുക്ക് വേണ്ടത് യുവാക്കളും യുവതികളുമാണ്. പ്രത്യേകിച്ചും ശാസ്ത്ര സാങ്കേതികം അല്ലെങ്കിൽ ആർട്സ്, സയൻസ് തുടങ്ങിയ വിവിധ മേഖലകൾ. കാരണം എഞ്ചിനീയേഴ്സ് മാത്രമല്ല ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്നത്. അവിടെ ആർട്സ്, സയൻസ്, അതുപോലെ എഞ്ചിനീയറിംഗ്, എല്ലാ മേഖലകളിലുള്ള ആൾക്കാരുടെ കോൺട്രിബ്യൂഷൻസ് കൊണ്ടാണ് നമുക്കിങ്ങനെ ഈ ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ ഇതുപോലുള്ള നേട്ടങ്ങൾ നമുക്ക് ലഭിക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും ഇതുപോലെ ഇന്ത്യയിൽ ഇന്നിപ്പോൾ 40% 17-നും 35-നും വയസ്സിനിടയിലുള്ള യുവാക്കളാണ്. അതായത് നമ്മുടെ ശക്തി അതാണ്. ഏറ്റവും പോപ്പുലസ് രാജ്യമാണെങ്കിലും യങ്ങർ പോപ്പുലേഷൻ ഏറ്റവും കൂടുതൽ ശതമാനമുള്ള രാജ്യമാണ്. അപ്പൊ അവർക്ക് വേണ്ട വിധത്തിലുള്ള വെല്ലുവിളികളും അവർ ഇതുപോലുള്ള രംഗങ്ങളിലേക്ക് വരികയും അതിന് ഈ പറയുന്ന തിരുവനന്തപുരം വിമൻസ് കോളേജ് പോലെയുള്ള കലാലയങ്ങൾ നൽകുന്ന സേവനങ്ങൾ വളരെ വളരെ വലുതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തരും ഏത് മേഖലയിലാണ് പഠിക്കുന്നത് എന്നുള്ളത്, ഇപ്പൊ സ്റ്റാറ്റിസ്റ്റിക്സ് ആവാം, ഹ്യൂമാനിറ്റീസ് ആവാം, എഞ്ചിനീയറിംഗ് ആവാം, ആർട്സ് ആവാം, സയൻസ് ആവാം, പക്ഷെ ഇതിനെല്ലാം നമ്മളൊരു ഹോളിസ്റ്റിക് വ്യൂവിൽ നോക്കുമ്പോൾ എല്ലാവർക്കും എല്ലാ മേഖലയിലും അവരുടേതായ രീതിയിൽ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ കഴിയും. അങ്ങനെ വേറിട്ട വഴികളിൽ കൂടെ യാത്ര ചെയ്ത് നമുക്ക് നമ്മുടേതായ ഒരു അസ്തിത്വം ഉണ്ടാവട്ടെ. നമ്മൾ ഏറ്റവും ചുരുങ്ങിയ കാലം കൊണ്ട് ലോകത്തെ 1ാമത്തെ രാജ്യമായി മാറാൻ നമുക്ക് എല്ലാവർക്കും ഒത്തുചേർന്ന് പ്രവർത്തിക്കാം.